ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇലക്ഷൻ വെറും 72 അവേഴ്സും മാത്രം, 72 മണിക്കൂറോളം മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. എല്ലാ പാർട്ടികളും അവരുടെ കലാശക്കൊട്ടിലാണ്. അത് തന്നെയല്ല, എല്ലാ പാർട്ടികളും ചർച്ച ചെയ്യുന്നതും അവരുടെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ അവരുടെ വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഡിബറ്റുകളെല്ലാം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നൊരു വിഷയമായിരുന്നു നമ്മുടെ NHS. അപ്പോൾ അതുകൊണ്ട് തന്നെ NHSനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയൊരു അപ്ഡേറ്റ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ന്യൂസാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മുടെ RCN പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു സാര ചുരുക്കം, അല്ലെങ്കിൽ അതിൻ്റെ ഹെഡിങ്സ് നിങ്ങളെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ ജസ്റ്റ് വായിച്ച് കേൾപ്പിക്കുക. ആ ഒരു ന്യൂസ് ഒരുവിധപ്പെട്ട എല്ലാ മാധ്യമങ്ങളിലും ഈ ഒരു വാർത്ത എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ന്യൂസിൻ്റെ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഒരു സാര ചുരുക്കം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. NHS patients are being left unseen in pain and in some cases to die alone because shifts do not have enough registered nurses, RCN survey revealed. Shortage means individual nurses are often caring for dozens of patients at a time, RCN says. അപ്പം ഇതാണ് അതിൻ്റെ ഒരു സാര ചുരുക്കം. ഞാൻ ജസ്റ്റ് മലയാളത്തിലുള്ള ഒരു ന്യൂസോടെ വായിച്ച് കഴിയുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ഷിഫ്റ്റുകളിൽ വേണ്ടത്ര നഴ്സുമാരില്ലാത്തതിനാൽ NHSൽ എത്തുന്ന രോഗികൾ പരിചരണം കിട്ടാതെയും കഠിനമായ വേദന അനുഭവിക്കുന്നതായും ചില സന്ദർഭങ്ങളിൽ മരണത്തിന് കീഴടങ്ങേണ്ടിരിക്കുകയും ചെയ്യുന്നതായും റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ്, അല്ലെങ്കിൽ RCN നടത്തിയ സർവേ റിപ്പോർട്ട് പുറത്തു വന്നു. 1/3 ഷിഫ്റ്റുകളിൽ മാത്രമേ രജിസ്റ്റർ ചെയ്ത മതിയായ നഴ്സുമാർ ഡ്യൂട്ടിയിലുള്ളൂ എന്നതാണ് സർവേ ചൂണ്ടിക്കാണിച്ചത്. അപ്പം 1/3 ഷിഫ്റ്റുകളിൽ മാത്രമേ മതിയായ രജിസ്റ്റേർഡ് നഴ്സസ് ഉള്ളൂ എന്നാണ് RCN ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ നഴ്സുമാർ പലപ്പോഴും ഒരു സമയം അറ്റ് എ ടൈം ഒരു ഡസൺ കണക്കിന് രോഗികളെ പരിചരിക്കേണ്ടി വരുന്നുവെന്നും RCN പറഞ്ഞു. ഒരു നഴ്സിന് ഉത്തരവാദിത്തമുള്ള പരമാവധി രോഗികളുടെ എണ്ണം, അല്ലെങ്കിൽ നഴ്സസ് പേഷ്യൻ്റ് റേഷ്യോ പരിമിതപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നഴ്സിംഗ് ക്ഷാമം മൂലം രോഗികൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായും സർവേയിൽ തെളിഞ്ഞതായി RCNൻ്റെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയും ചീഫ് എക്സിക്യൂട്ടീവുമായ നിക്കോളാസ് റേഞ്ചർ പറഞ്ഞു. അപ്പം ഇത് RCNൻ്റെ ഏറ്റവും പുതിയ ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. RCN അതിൻ്റെ ഏറ്റവും പുതിയ ലാസ്റ്റ് ഷിഫ്റ്റ് സർവേ ഫലം UK ഉടനീളം 11,000 നഴ്സിംഗ് സ്റ്റാഫുകളിൽ നടത്തിയ സർവേയുടെ ഫലമാണ് ഇവർ ഈ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതിനായിട്ട് മെയിനായിട്ട് ഇവർ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. അപ്പം വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റാഫ് ഷോർട്ടേജാണ് RCN ഇപ്പം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഉൾപ്പെടെ നമ്മുടെ NHS സ്റ്റാഫിങ്ങിനെ കുറിച്ചുള്ള ഡിബറ്റുകളിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഋഷി സുനക് പറഞ്ഞിരുന്നു. ഞാൻ ജസ്റ്റ് വായിച്ച് കേൾപ്പിക്കും. NHS ഹാസ് മോർ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് വർക്കിംഗ് ഇൻ എവർ ബിഫോർ. ഋഷി സുനക് പറഞ്ഞതനുസരിച്ച് ഇപ്പം ഏറ്റവും കൂടുതൽ നഴ്സസും ഡോക്ടർമാരുമാണ് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ നഴ്സുമാരും ഡോക്ടേഴ്സുമാണ് ഇപ്പം NHSൽ വർക്ക് ചെയ്യുന്നതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഒരു സ്റ്റാഫിംഗ് ഡിബറ്റ്, NHSൻ്റെ സ്റ്റാഫിനെ കുറിച്ചുള്ള ഡിബറ്റിൽ നമ്മുടെ ഋഷി സുനക് പങ്കുവച്ച ന്യൂസ്. അപ്പോൾ അതിന് മറുപടിയായി നമ്മുടെ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് പറഞ്ഞത്, ഇവിടെ ഇംഗ്ലണ്ടിൽ മാത്രമേ 1,00,000-ലധികം സ്റ്റാഫ് വേക്കൻസീസ്, PTs അല്ലെങ്കിൽ പെർമനൻസ് എംപ്ലോയി, അല്ലെങ്കിൽ NHSലെ സ്റ്റാഫ് വേക്കൻസി ഉണ്ടെന്നാണ് നമ്മുടെ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് അതിന് മറുപടിയായി പറഞ്ഞത്. അപ്പോൾ അതിനെയൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, എനിക്ക് തോന്നുന്നു 25-ാം തീയതിയാണ് നമ്മുടെ NHS വർക്ക് ഫോഴ്സിൻ്റെ ഒരു ഫാക്ട് ഷീറ്റ് പുറത്തു വന്നത്. അപ്പം അതിനെക്കുറിച്ച് അതിൽ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് എത്ര വേക്കൻസീസ് ഇവിടെ അൺഫിൽഡായിട്ട് ഇവിടെ ഇംഗ്ലണ്ടിൽ മാത്രമായിട്ടുള്ളൂ എന്ന് തന്നെ. അപ്പോൾ ഏകദേശം 1,658 FTE വേക്കൻസീസ് അക്രോസ് NHS ഇംഗ്ലണ്ടാണ് നമ്മുടെ ആ ഒരു ഫാക്ട് ഷീറ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം വേക്കൻസി റേറ്റ് ഓഫ് 6.9%, 1,658 പെർമനൻറ്റ് വേക്കൻസീസ് ആണ് NHSൽ മാത്രമായിട്ടുള്ള FTE വേക്കൻസീസ്. അത് നഴ്സസ്, ഡോക്ടേഴ്സ്, ഹെൽത്ത് കെയർ എംപ്ലോയീസ് ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വേക്കൻസീസാണ്. ഇത്രയും വലിയൊരു വേക്കൻസീസാണ് ഇംഗ്ലണ്ടിൽ മാത്രമായി ആ ഒരു ഫാക്ട് ഷീറ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇത് ടെമ്പററി, അല്ലെങ്കിൽ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഏജൻസി സ്റ്റാഫിനെ വെച്ച് ഫില്ല് ചെയ്യാനുള്ളൊരു നീക്കം ഇപ്പം ശരിക്കും നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ഒരു 50,000-ലധികം നഴ്സസിനെ റിക്രൂട്ട് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഇവിടെ റിക്രൂട്ട്മെൻറ്റ് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. വിരലിലെണ്ണാവുന്ന റിക്രൂട്ട്മെൻറ്റുകൾ മാത്രമേ നടക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഏജൻസി നഴ്സസിനെ വെച്ചാണ് കൂടുതൽ ഈ ഒരു വേക്കൻസീസ് എല്ലാം ഫില്ല് ചെയ്ത്
ഇവിടുത്തെ ഒരു വർക്ക് ഫോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഈ ഒരു ഏജൻസി നഴ്സസിനെ വെച്ചിട്ട് ഇത്രയും വലിയൊരു വേക്കൻസീസ് ഫില്ല് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഡെയിലി ഈ ഒരു വർക്ക് ഫോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് NHSന്റെ ഫണ്ടിങ്ങിനെ ബാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ യൂണിയൻസും അതുപോലെ തന്നെ ആരോഗ്യ വിദഗ്ധരും എല്ലാവരും ഇപ്പം ചൂണ്ടിക്കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിട്ടിക്കൽ NHS സ്റ്റാഫ് നഴ്സസ് ഷോർട്ടേജിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കണമെന്ന്, റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണമെന്നുമാണ് നമ്മുടെ യൂണിയൻസും നമ്മുടെ ആരോഗ്യ വിദഗ്ധരും എല്ലാവരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ RCN ഇപ്പം ഓൾറെഡി ഗവൺമെൻറ്റിന് കത്തയച്ചിട്ടുണ്ട്. ഈ ഒരു നടന്ന സർവേ പറ്റി, ഈ ഒരു നടന്ന ഏകദേശം 14,000-ലധികം നഴ്സിംഗ് സ്റ്റാഫുകൾ വെച്ചിട്ടുള്ള സർവേ ആണ് ഈ നടത്തിയത്. ഇതിൻ്റെ ഒരു റിസൾട്ടാണ് അവർ ഈ ഒരു ക്രിട്ടിക്കൽ നഴ്സസ് സ്റ്റാഫ് ഷോർട്ടേജ് ആയിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഓൾറെഡി ഗവൺമെൻറ്റിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സ്റ്റാഫ് ഷോർട്ടേജ് പരിഹരിക്കാൻ ഒരു മാസ്റ്റർ പ്ലാൻ കൊണ്ടുവരണമെന്നാണ് RCN മുന്നോട്ട് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു സ്റ്റാഫ് ഷോർട്ടേജ് ഇംഗ്ലണ്ടിൽ മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ മാത്രമാണ് 1,658 FT വേക്കൻസീസ്, ഫുൾ ടൈം വേക്കൻസീസ് NHSൽ മാത്രമായി രജിസ്റ്റർ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു NHSന്റെ സ്റ്റാഫ് ഷോർട്ടേജ് പരിഹരിക്കാൻ ഉള്ള ഒരു പ്ലാൻ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നടപടികൊള്ളണമെന്നാണ് നമ്മുടെ ഗവൺമെൻറ്റിനോട് നമ്മുടെ RCN അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. സോ ഇത് NHSനെ സംബന്ധിച്ച് അത്ര നല്ലൊരു ന്യൂസ് അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ UK വരാനിരിക്കുന്ന നിരവധി പേര് നഴ്സുമാരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ് ഈ പുറത്ത് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഓഫ് കോഴ്സ് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിനെ കൂടുതലായിട്ട് അവർ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ഘടകം തന്നെ, അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ഇത്രയും വലിയൊരു വേക്കൻസീസ്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റാഫ് ഷോർട്ടേജ്. ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റാഫ് ഷോർട്ടേജ് വളരെയധികം രോഗികളെ ബാധിക്കുന്നതായി, പേഷ്യൻസിൻ്റെ ക്വാളിറ്റി കെയറിനെ ബാധിക്കുന്നതായിട്ടും RCN ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏത് ഗവൺമെൻറ് വന്നാലും ഇതിലെ ശക്തമായ ഒരു നടപടി, അല്ലെങ്കിൽ ഇതിലെ ക്വിക്കായിട്ടുള്ളൊരു നടപടി, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റുകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ ഒരു ന്യൂസ് വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ന്യൂസാണ്. നിങ്ങൾ വീഡിയോ കാണുന്നവർ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും. സോ എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.